മലയാള സിനിമയിൽ തിയേറ്ററിൽ ആളെയെത്തിക്കാൻ മോഹൻലാലിനോളം കപ്പാസിറ്റിയുള്ള മറ്റൊരു നടനില്ലെന്ന് നിസ്സംശയം പറയാം. താരത്തിന്റെ പോസിറ്റീവ് കിട്ടിയ ചിത്രങ്ങളെല്ലാം ബോക്സ് ഓഫീസിന്റെ ആണിക്കല്ല് ഇളക്കുന്ന പ്രകടനമാണ് ഇതിനോടകം കാഴ്ചവെച്ചിട്ടുള്ളത്. ബി.ജെ.പി. പ്രഖ്യാപിച്ച ഹർത്താലിനെ പോലും മറികടന്ന് ഓപ്പണിംഗ് ഡേ കളക്ഷനിൽ റെക്കോർഡിട്ട ഒടിയനും നോട്ട്നിരോധന സമയമായിരുന്നിട്ടും തിയേറ്ററിലേക്കാളെത്തിച്ച് മലയാളത്തിലെ ആദ്യ 100 കോടിയടിച്ച പുലിമുരുകനും ഇതിന് ഉദാഹരണങ്ങളാണ്. കഴിഞ്ഞ വർഷം എമ്പുരാനിലൂടെ തുടങ്ങിയ അതേ ഫോം നിലനിർത്താനുള്ള ലാലേട്ടന്റെ അടുത്ത പ്രോജക്റ്റാണ് ദൃശ്യം ഫ്രാഞ്ചൈസിൽ ഏപ്രിൽ 2-ന് റിലീസിനൊരുങ്ങുന്ന ദൃശ്യം 3. റിലീസിന് മുമ്പ് തന്നെ ഡിജിറ്റൽ സാറ്റലൈറ്റ് റൈറ്റ്സ് ബിസിനസ്സിലൂടെ വൻ തുക സ്വന്തമാക്കിയ ചിത്രം നോർത്ത് അമേരിക്കയിൽ നിന്നും മാത്രം 10 കോടിയോളം രൂപ റൈറ്റ്സിലൂടെ സ്വന്തമാക്കിയ വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു. മലയാളത്തിൽ ഇതുവരെ പുറത്തിറങ്ങിയതിൽ 6 ചിത്രങ്ങൾ മാത്രമാണ് ഇത്തരത്തിൽ 10 കോടിക്ക് മുകളിൽ ഓവർസീസ് റൈറ്റ്സ് വിറ്റുപോയത്. ഇതിൽ 4 മോഹൻലാൽ ചിത്രങ്ങളുടേതാണെന്ന വസ്തുതയാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ദൃശ്യം 3ക്ക് പുറമെ മരക്കാർ, അറബിക്കടലിന്റെ സിംഹം, എമ്പുരാൻ, പാട്രിയറ്റ് തുടങ്ങിയവയാണ് മോഹൻലാൽ നായകനായ ചിത്രങ്ങൾ. ഇത് കൂടാതെ മമ്മൂട്ടിയുടെ വൻ ഹൈപ്പിലെത്തിയ സിസ്റ്റർ, ബി.ഐ. 5 ദ ബ്രെയിൻ, ദുൽഖർ സൽമാന്റെ കിങ് ഓഫ് കൊത്ത തുടങ്ങിയവയാണ് 10 കോടി മാർക്കിലെത്തിയ മറ്റു ചിത്രങ്ങൾ. ഇതിൽ മറ്റെല്ലാ ചിത്രങ്ങൾക്കും മുഴുവൻ ഓവർസീസ് മാർക്കറ്റിൽ നിന്നുമുള്ള റൈറ്റ്സ് ചേർത്താണ് 10 കോടി ലഭിച്ചതെങ്കിൽ ദൃശ്യം 3 കാനഡയിൽ നിന്നും അമേരിക്കയിൽ നിന്നും മാത്രമാണ് ഈ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. ഏകദേശം 300 തിയേറ്ററുകളിൽ ചിത്രം റിലീസ് ചെയ്യാനാണ് വിതരണാവകാശം ഏറ്റെടുത്തവർ ശ്രമിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരം. മോഹൻലാൽ എന്ന താരത്തിന് പുറമെ ജീത്തു ജോസഫ് എന്ന സംവിധായകനിലുള്ള വിശ്വാസമാണ് ഒരു മാസ് ആക്ഷൻ ചിത്രം അല്ലാതിരുന്നിട്ട് കൂടി ഇത്രയും ഉയർന്ന തുകക്ക് ചിത്രത്തെ ഏറ്റെടുക്കാൻ വിതരണക്കാർക്ക് ആത്മവിശ്വാസം നൽകുന്നത്. ത്രില്ലർ സിനിമാ വിഭാഗത്തിൽ മലയാളത്തെ ലോകോത്തര നിലവാരത്തിലെത്തിച്ച ചിത്രം വിദേശഭാഷകളിലടക്കം റീമേക്ക് ചെയ്യപ്പെട്ടിരുന്നു.